ഇവിടുത്തെ പ്രതിപക്ഷത്തിനോടുള്ള ചോദ്യം ഈ വിഷയത്തിൽ എന്തുകൊണ്ടൊരു അടിയന്തര പ്രമേയം കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സഭയ്ക്കുള്ളിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് അവർ മുതിരുന്നത്. അത് വളരെ രണ്ടു കൂട്ടരും ചേർന്നുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ഇതെന്ന് കാണിക്കുന്ന സംഭവമാണ്. നോക്കൂ, ശബരിമല പോലെ കേരളത്തിന്റെ ഏറ്റവും വൈകാരിക പ്രാധാന്യമുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ കൺമുന്നിൽ വെച്ച് കിലോ കണക്കിന് സ്വർണം കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടക്കുന്ന പ്രൊസീഡിങ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ നടന്നിട്ടുള്ള ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയിട്ടും ആ പരാമർശങ്ങളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റിയിട്ടുമാണെങ്കിൽ ഇവിടെ രണ്ടു കൂട്ടരുടെ ഉദ്ദേശം വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഷിഫ്റ്റിംഗ് ദ ഗോൾ പോസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധയെ മറ്റൊരു സമാന്തര വിഷയത്തിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. ഗൗരവമുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ മോശം ഭാഷ ഉപയോഗിക്കുകയും എന്നിട്ട് പിന്നെ ചർച്ച മുഴുവൻ ആ മോശം ഭാഷയെ പറ്റി ആക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രശ്നമാണ്. ഇവിടുത്തെ പ്രതിപക്ഷത്തിനോടുള്ള ചോദ്യം ഈ വിഷയത്തിൽ എന്തുകൊണ്ടൊരു അടിയന്തര പ്രമേയം കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഗൗരവത്തോടു കൂടി നിയമസഭ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസ് കൊടുക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. എന്നാൽ ഈ സമയത്ത് സഭയ്ക്കുള്ളിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് അവർ മുതിരുന്നത്. അത് വളരെ രണ്ടു കൂട്ടരും ചേർന്നുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ഇതെന്ന് കാണിക്കുന്ന സംഭവമാണ്. എന്നിട്ട് വാച്ച് ആൻഡ് വാർഡുമായിട്ടുള്ള സംഘർഷത്തിൽ ഏർപ്പെടുന്നു. അതിന്റെ പേരിൽ എന്താ പറയുക, മോശം പരാമർശങ്ങൾ കൊണ്ട് വിമർശിക്കപ്പെടുന്നു. ആ ഭാഷയ്ക്കെതിരെ, അപ്പൊ സ്പീക്കറുടെ തീരുമാനത്തിനെതിരെയൊക്കെയാണ് സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. അടിസ്ഥാനപരമായിട്ട് പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുള്ള വിഷയം, ഇവിടെ സഭ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം, അത് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണ കൊള്ളയുടെ വിഷയമാണ്. ആ കൊള്ളയുടെ വിഷയം ചർച്ചയിലേ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, ബോഡി ഷെയ്മിങ് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യതയാണ്, ശരിയാണ്. പക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ള വിഷയം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. ശബരിമലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ തുടർന്നിട്ടാണ്, ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെയോ മറ്റാരുടെയെങ്കിലും ഇടപെടലിനെ തുടർന്നിട്ടല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് 2019 നടന്നിട്ടുള്ള വലിയൊരു സ്വർണ്ണ കൊള്ളയുടെയും 1999 മുതൽക്ക് തന്നെ അവിടെ നടന്നിരിക്കാൻ സാധ്യതയുള്ള കൊള്ളയുടെ വലിയൊരു സാധ്യതയെ പറ്റിയിട്ടുമൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു ഇൻവെന്ററി തയ്യാറാക്കാനും ADGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനും ഒക്കെ ഹൈക്കോടതി തന്നെ തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഇത് മതിയാവുമോ എന്ന സംശയം പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ADGP എത്ര സത്യസന്ധനും എത്ര ആദർശധീരനുമാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് കീഴിലും ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്ന മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയന്റെ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇവിടെ സർക്കാരിന് തന്നെ നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ സർക്കാർ നിയോഗിച്ചിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടും പങ്കാളിത്തത്തോടും അവരുടെ സഹായത്തോടും കൂടി നടന്നിട്ടുള്ള ഒരു തിരിമറിയെ പറ്റി സർക്കാരിന് കീഴിൽ തന്നെയുള്ള ഒരു സംവിധാനം, ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ അതിൽ എത്രത്തോളം സത്യം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു മൾട്ടി സ്റ്റേറ്റ് ക്രൈമാണ്. കേരളത്തിൽ മാത്രം നടന്നിട്ടുള്ള സംഭവമല്ല. ഇതിൽ പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് ചെന്നൈയിലാണ്, കുറെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ബാംഗ്ലൂരാണ്, പിന്നീടുള്ള കോപ്പർ പ്ലേറ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്. 3-4 സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രൈമിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മാത്രം ഏജൻസി അന്വേഷിച്ചാൽ മതിയാവുക? അതിനൊരു കേന്ദ്ര ഏജൻസി വേണ്ടതല്ലേ? വിശ്വാസ്യതയുടെ കാര്യം എടുത്താലും ക്രൈമിന്റെ സ്വഭാവം എടുത്താലും ഒരു CBI അന്വേഷണം ഇവിടെ ആവശ്യമാണെന്നുള്ളത് ആദ്യത്തെ പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ രാജിവെച്ച് പുറത്തു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് ധാർമ്മികതയുടെ പ്രശ്നമല്ലത്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാർമ്മികതയുടെ പ്രശ്നം മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളെ പറ്റി യഥാർത്ഥത്തിൽ ഉന്നയിക്കാൻ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള പ്രതിപക്ഷം തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാൾ മാത്രം നടത്തിയിട്ടുള്ളതല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. 1999 മുതൽക്കുള്ള തിരിമറിയുടെ കാര്യം പറയുമ്പോൾ ഈ പറയുന്ന ശിവകുമാറിന്റെ സഹോദരൻ 1,84,00,000 രൂപയ്ക്ക് വ്യാജ ബില്ല് കൊടുത്തിട്ട് പാത്രങ്ങളുടെ പൈസ മേടിച്ചു എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള ഈ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബിജു എന്ന് പറയുന്ന ആൾ കോൺഗ്രസിന്റെ സംഘടനാ നേതാവായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമെന്ന് അറിയുന്നതുകൊണ്ട് രണ്ടു കൂട്ടരും ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് മോഷണം നടത്തിയിട്ടുള്ള കള്ളനെ പോലീസ് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരാൾ പെട്ടെന്ന് കയറിയിട്ട് കള്ളനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ഇവർ തമ്മിൽ അടിപിടി ഉണ്ടാവുകയും ഇത് ആൾക്കാർ ശ്രദ്ധിക്കുന്ന സമയത്ത് രണ്ടാരും കൂടി ഇത് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വന്നിരുന്ന വിഷയത്തിൽ അതിനെ അർഹിക്കുന്ന രീതിയിൽ ചർച്ചയ്ക്ക് കൊണ്ടുപോകാതെ മോശം ഭാഷ കൊണ്ട് അലങ്കോലം സൃഷ്ടിച്ചിട്ട് ആ ഭാഷയെ പറ്റിയാക്കി ചർച്ച മാറ്റുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി.